ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മുട്ടക്കറിക്ക് ആദ്യമായിട്ട് വേണ്ടുന്ന ഒരു മസാല പേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയിലയും 2 പച്ചമുളകുമാണ് ചേർക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും. പിന്നെ 2 തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് ഫൈൻ പേസ്റ്റായിട്ട് മാറ്റിയിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിലിട്ട് നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബട്ടറിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 വശവും ഒരു 2 മിനിറ്റ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ മുട്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ മുട്ടയും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ്, കുറച്ച് കറുകപ്പട്ടയും തക്കോലവും പെരുംജീരകവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയാണ് ചേർത്ത് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മസാല പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചേർത്ത് കൊടുത്താൽ മുട്ടക്കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. കൂടെ തന്നെ ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഇട്ടിട്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കസൂരി മേത്തി ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവറൂടെ മുട്ടക്കറിയിലോട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരു ഒന്നും ഉടയാതെ ആ ചാറൊക്കെ കോരി നമുക്ക് മുട്ടയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു ഉടയാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഒരുപാടിട്ട് ഇളക്കിയാൽ ആ മഞ്ഞക്കരുവൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മീൻകറിയൊക്കെ ഇളക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചാറ് വേണമെങ്കിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.